UPI എന്ന് പറയുമ്പോൾ സ്കാൻ ചെയ്ത്, യു ആർ സ്കാനിങ്, യു ജസ്റ്റ് വാണ്ടഡ് ടു പേ സംതിങ് അല്ലേ. അപ്പൊ തന്റെ അക്കൗണ്ടിലുള്ളത് രൂപയല്ലേ. അപ്പൊ അവർക്ക് അത് കിട്ടുമ്പോൾ എന്താണ്, തന്റെ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ദർ ഈസ് എ ബാങ്ക് അസോസിയേറ്റഡ് വിത്ത് ഇറ്റ്. താൻ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ദർ ഈസ് അനദർ ബാങ്ക് അസോസിയേറ്റഡ് വിത്ത്. ആ എക്സ്ചേഞ്ച് റേറ്റും കൂടി, ഇപ്പോൾ എക്സ്ചേഞ്ച് റേറ്റും വിത്ത് ഒരു കമ്മീഷനും ചിലപ്പോൾ തന്റെ അക്കൗണ്ടിൽ നിന്ന് പോകും. നമ്മളത് ചെയ്യണ്ടാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ യു ജസ്റ്റ് നീഡ് നോട്ട് ടു ഗോ ടു എ പർട്ടിക്കുലർ ലോക്കൽ റിസർവ് എക്സ്ചേഞ്ച്, ടേക്ക് മണി ഔട്ട് ആൻഡ് ഗീവ് ടു ദം, കൺവേർട്ട് ഇൻ ടു ദെയർ ലോക്കൽ കറൻസി. അത്തരം പരിപാടികളൊന്നുമില്ല. നമ്മൾ നോക്കുമ്പോൾ എന്താ, ജസ്റ്റ് സ്കാൻ ചെയ്യുന്നു, ദി എൻറ്റയർ പ്രോസസ് ഈസ് ഡെൽറ്റ് വിത്ത് ഇറ്റ്. ഇത്രയേ ഉള്ളൂ അതിന്റെ കൺസെപ്റ്റ്. we don't need to keep a physical money with us. അഗൈൻ എന്താണ്, ഡിജിറ്റൽ വാലറ്റ് ഉപയോഗിച്ച് നമുക്ക് എവിടെ വേണമെങ്കിലും അത് സ്കാൻ ചെയ്യും. നമ്മൾ ആ കൺവേർട്ട് ചെയ്ത സിംഗപ്പൂർ കറൻസി നമ്മൾ പോക്കറ്റിൽ വെച്ചുകൊണ്ട് നടക്കേണ്ട ആവശ്യമില്ല. അത്രേ ഉള്ളൂ ഇതിന്റെ കൺസെപ്റ്റ്. ഒബ്വിയസ്ലി പൈസയുടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. എക്സ്ചേഞ്ച് റേറ്റിന്റെ കമ്മീഷനും കാര്യങ്ങളൊക്കെ ബാങ്ക് അതെല്ലാം ചേർത്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് പോവുള്ളൂ കേട്ടോ. അല്ലാതെ വെറുതെ ഇന്ത്യൻ രൂപ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ രൂപയല്ല, അതിന് സിംഗപ്പൂർ കറൻസിയിൽ എത്രയാണ് ഇക്വാലന്റ് അതാണ് അവർക്ക് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുക. ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുമ്പോൾ അറിയാം, ഡോളറിൽ പേയ്മെന്റ് പോകുമ്പോൾ ആ ഡോളറിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഇന്ത്യൻ രൂപയാണ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോവുക. അവർക്ക് അവിടെ എന്തിലാ കിട്ടുക, ഡോളറിലാണ് പേയ്മെന്റ് കിട്ടുക. അങ്ങനെ ഒരു മെക്കാനിസം. അത്രേ ഉള്ളൂ കേട്ടോ. Not very widely. It was in minuscule. Recent days, due to the concept of de-dollarization, this Nostra and Vostra getting more and more popularity. It is getting popularity nowadays. As an idea, it existed even before. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? Let's come to international trade. Start with the balance of payment. നമ്മൾ GDP-യും GNP-യും ഒക്കെ ഡിസ്കസ് ചെയ്തത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ജസ്റ്റ് ഒന്ന് റീകോൾ ചെയ്യുക കൺസെപ്റ്റ്. എന്തായിരുന്നു GDP എന്ന് പറയുമ്പോൾ? GDP എന്ന് പറയുമ്പോൾ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയുടെ ഒരു ഡൊമസ്റ്റിക് ബൗണ്ടറിക്കുള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇന്ത്യയുടെ ഡൊമസ്റ്റിക് ബൗണ്ടറിയുടെ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഇന്ത്യൻ നാഷണൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്, ഫോറിൻ നാഷണൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻക്ലൂഡഡ് ആണ്. GNP-യിലേക്ക് വന്നപ്പോൾ എന്തായിരുന്നു ഡിഫറൻസ്? ഒരു ഫൈനാൻഷ്യൽ ഇയർ ആണ്, പക്ഷെ ഒരു വാക്ക് ഞാൻ അവിടെ കൊണ്ടുവന്നു, ഇന്ത്യയുടെ ബൗണ്ടറി എന്നല്ല, ഇന്ത്യൻ നാഷണൽസ് ഒരു വർഷം ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിനെയാണ് GNP. അപ്പൊ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ത്യൻ നാഷണൽസ് ക്രിയേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ എന്താ വ്യത്യാസം GDP ആയിട്ട്? ഇന്ത്യക്ക് പുറത്ത് ഒരു ഇന്ത്യൻ നാഷണൽസ് ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് GNP-യുടെ ഭാഗമാണ്. ഇന്ത്യക്കുള്ളിൽ ഒരു ഫോറിനർ ക്രിയേറ്റ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഈസ് നോട്ട് എ പാർട്ട് ഓഫ് GNP അല്ലെ. എന്തുകൊണ്ടാണ് GDP മാറി GNP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് വന്നത്? ബിക്കോസ് റീസെന്റ് ഡേയ്സ് വി ആർ എക്സ്പെക്ടിങ് മോർ ആൻഡ് മോർ ഇന്റർനാഷണൽ ട്രേഡ് അല്ലെ. ഒരു രാജ്യം എന്ന് പറയുമ്പോൾ പണ്ട് കാലത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് ക്ലോസ്ഡ് എക്കണോമി. ക്ലോസ്ഡ് എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്കണോമി വുഡ് ബി സെൽഫ് സഫിഷ്യന്റ്. എന്താണ്, ആ എക്കണോമിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ എക്കണോമിനെ പ്രൊഡ്യൂസ് ചെയ്യും, അവർ കൺസ്യൂം ചെയ്യും, എഗെയിൻ പ്രൊഡ്യൂസ് ചെയ്യും, കൺസ്യൂം ചെയ്യും. ദ ഡിപ്പെൻഡൻസ് വിത്ത് അതർ എക്കണോമീസ് ആർ വെരി റയർ. ആ ഒരു സിറ്റുവേഷനിലാണ് LPG റിഫോംസോട് കൂടി നമ്മൾ ഓപ്പൺ എക്കണോമി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. ഓപ്പൺ എക്കണോമി എന്ന് പറഞ്ഞാൽ എന്താ, ഒരു എക്കണോമി വേറൊരു എക്കണോമിയും കൂടി ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുന്നത്. വേറൊരു എക്കണോമിയെ ഡിപ്പെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കണോമി ആ എക്കണോമിയിലേക്ക് ചില ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. സിമിലർലി നമ്മുടെ എക്കണോമി എന്ത് ചെയ്യും, വേറൊരു എക്കണോമിയിൽ നിന്ന് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇമ്പോർട്ട് ചെയ്യും. So there is a situation of trade with multiple countries. So again emerged a concept which is called balance of payment. So what are the components of balance of payment? Balance of payment is very similar to the concept of GNP. GNP ആണെന്നല്ല ഞാൻ പറയുന്നത്, it is very similar to the concept of GNP. എന്തായിരിക്കും നോക്കി, the balance of payment record the transaction in what, എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ട്രാൻസാക്ഷൻ ഇൻ ഗുഡ്സ്, സർവീസസ്, അസറ്റ് ബിറ്റ്വീൻ റെസിഡന്റ് ഓഫ് എ കൺട്രി വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി വേൾഡ് ഫോർ എ ഇയർ. ഇന്ത്യയിലെ റെസിഡന്റ് ആയിട്ടുള്ള ഒരാള് ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ റെസ്റ്റ് ഓഫ് ദി കൺട്രീസുമായുള്ള ഗുഡ്സ്, സർവീസ്, അസറ്റ് അല്ലെങ്കിൽ വേറൊരു വാക്ക് ഉപയോഗിക്കാൻ ക്യാപിറ്റൽ, അസറ്റ് അല്ലെങ്കിൽ ക്യാപിറ്റലിന്റെ ട്രാൻസാക്ഷനെ വിളിക്കുന്ന പേരാണ് ബാലൻസ് ഓഫ് പേയ്മെന്റ് എന്ന് പറയുന്നത്.
അപ്പൊ ഇതൊന്നും കൂടി ഞാൻ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡഡ് ആണ്? ഒരു കൺട്രി വേറൊരു രാജ്യത്ത് നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. If India is exporting to some other country, it is part of balance of payment. And similarly, if an Indian citizen is buying something else in the rest of the world, വേറൊരു ഫോറിൻ കൺട്രിയിലെ ഒരു ഷെയറോ ബോണ്ടോ അല്ലെങ്കിൽ വേറൊരു ഫോറിൻ കൺട്രിയിലെ ഒരു അസറ്റ്, എന്താണ്, ഒരു വീടോ ഫ്ലാറ്റോ കാറോ എന്തേലും വാങ്ങുന്നുണ്ട് എന്ന് വിചാരിക്കും, നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് അസറ്റ്. കറക്റ്റ് അല്ലേ? ഇപ്പൊ ഒരു ഫോറിൻ കൺട്രിയിൽ നമ്മൾ ഒരു അസറ്റ് വാങ്ങുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു ഫോറിൻ സിറ്റിസൺ ഇന്ത്യയിൽ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിലോ, എവറിത്തിങ് ഈസ് പാർട്ട് ഓഫ് ദിസ് പർട്ടിക്കുലർ അക്കൗണ്ട് കോൾഡ് ബാലൻസ് ഓഫ് പേയ്മെന്റ്. ബാലൻസ് ഓഫ് പേയ്മെന്റ് ഈസ് മേജർലി ക്രിയേറ്റഡ് ഫോർ ദി കൺസെപ്റ്റ് ഓഫ് കറൻസി മാനേജ്മെന്റ്. It is mainly created for the purpose of currency management. നമ്മൾ നേരത്തെ പറഞ്ഞ ക്ലോസ്ഡ് എക്കണോമി ആണെങ്കിൽ ഫോറിൻ കറൻസിയുടെ ഡിസ്കഷൻ വരുന്നുണ്ടോ? നമ്മുടെ ക്ലോസ്ഡ് എക്കണോമി ആണെങ്കിൽ അവിടെ ഏത് കറൻസി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ? എൻറ്റയർ ട്രാൻസാക്ഷന് ഡൊമസ്റ്റിക് കറൻസി അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി. സിൻസ് വി ആർ എ ഓപ്പൺ എക്കണോമി, വി ആർ ഡീലിംഗ് വിത്ത് മൾട്ടിപ്പിൾ കൺട്രീസ്, സോ there arised a need for exchanges between different countries. There existed a situation of using multiple currencies. So the balance of payment concept is basically created for the management of currency. Okay ആണല്ലോ? ഇപ്പൊ ഈ ബാലൻസ് ഓഫ് അക്കൗണ്ടിനെ ഞാൻ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പോവാണ്. BOP is classified into two. First one, capital account. Second one, current account. Balance of payment is divided into two. First one is capital account. Second one is current account. നമ്മൾ ഈ ഏറ്റവും ആദ്യം എഴുതിയിട്ടുള്ള 3 കണ്ടന്റിനെ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. ക്യാപിറ്റൽ അക്കൗണ്ട് വിച്ച് ഡീൽസ് വിത്ത് ഓൺലി അസറ്റ്. Capital account is the balance of payment account which is dealing with only asset. Current account is the one which is dealing with the goods and services. Goods and services. ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്ന് എടുക്കും. നമ്മൾ അതിനൊന്ന് ആ 3 കാര്യങ്ങളൊന്ന് 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. ബാലൻസ് ഓഫ് പേയ്മെന്റിൽ എന്തൊക്കെയുണ്ട് എന്നാണ് ഞാൻ അവിടെ അണ്ടർലൈൻ ചെയ്തിട്ടുള്ളത്? ഗുഡ്സ്, സർവീസസ്, അസറ്റ്. അതിനെ 2 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാണ്. എന്താണ്? ഇഫ് ദി ബാലൻസ് ഓഫ് പേയ്മെന്റ് അക്കൗണ്ട് ഡീൽസ് വിത്ത് ഓൺലി അസറ്റ്, ദാറ്റ് അക്കൗണ്ട് ഈസ് കോൾഡ് ക്യാപിറ്റൽ അക്കൗണ്ട്. If the balance of payment account deals with both goods and services, that particular account is called a current account. Detailed ആയിട്ട് നോക്കാം ഓരോ അക്കൗണ്ടും. കറന്റ് അക്കൗണ്ട് ആൻഡ് ദി ബാലൻസ്. ഇപ്പൊ കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൽ 2 കാര്യങ്ങളാണുള്ളത്. കറന്റ് അക്കൗണ്ട് കൺസിസ്റ്റ് ഓഫ് ട്രേഡ് ഇൻ ഗുഡ്സ്, ട്രേഡ് ഇൻ സർവീസസ്. ട്രേഡ് ഇൻ ഗുഡ്സ് ആൻഡ് ട്രേഡ് ഇൻ സർവീസസ്. വേറൊരു വാക്ക് ചില ടെക്സ്റ്റുകളിൽ കാണും. ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്, ഗുഡ്സ് ആണെങ്കിൽ സംതിങ് വി ക്യാൻ ടച്ച് ആൻഡ് എക്സ്പീരിയൻസ് അല്ലെ? അപ്പൊ ഗുഡ്സിന് നമ്മൾ പറയാ ട്രേഡ് ഇൻ വിസിബിൾസ്. ചില ബുക്കുകളിൽ ഈ വാക്ക് കാണാടാ. ഗുഡ്സിനെ വിളിക്കുന്ന പേരാണ് കറന്റ് അക്കൗണ്ടിലെ ഗുഡ്സിനെ ചില ബുക്കുകളിൽ വിളിക്കുന്ന പേരാണ് ട്രേഡ് ഇൻ വിസിബിൾസ്. സർവീസസിന് എന്തായിരിക്കും? ട്രേഡ് ഇൻ ഇൻവിസിബിൾസ്. ട്രേഡ് ഇൻ ഇൻവിസിബിൾസ്. ഈ കറന്റ് അക്കൗണ്ടിനെ ഞാൻ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്യട്ടെ. ഇപ്പൊ ഈ ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ എന്തിനുള്ള സാധ്യതയുണ്ട്? എക്സ്പോർട്ട് ഓഫ് ഗുഡ്സും ഉണ്ട്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും ഉണ്ട്. എക്സ്പോർട്ട് ഓഫ് ഗുഡ്സും ഉണ്ട്, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സും ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് ഈ ട്രേഡിംഗ് ഗുഡ്സിന് ഞാൻ വേറൊരു പേര് കൊടുക്കാൻ വേണ്ടി പോവാണ്. എന്താണ്? ട്രേഡ് ഇൻ ഗുഡ്സ്. ആ ട്രേഡിംഗ് ഗുഡ്സ് ഈക്വൽ ടു നമുക്ക് എങ്ങനെ എഴുതാം? ട്രേഡ് ഇൻ ഗുഡ്സ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ട്. ട്രേഡിംഗ് ഗുഡ്സ് ഈക്വൽ ടു എക്സ്പോർട്ട് പ്ലസ് ഇമ്പോർട്ട്. ഇതിനനുസരിച്ച് നമുക്ക് 1-2 പുതിയ ടേമുകൾ എക്സ്പ്ലെയിൻ ചെയ്യാം. നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, വെറുതെ എഴുതണ്ട. വാട്ട് വുഡ് ബി ട്രേഡ് സർപ്ലസ്? വാട്ട് വുഡ് ബി ട്രേഡ് സർപ്ലസ് ഇഫ് എക്സ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ഇമ്പോർട്ട്? എന്താണ് ഈ ട്രേഡ് സർപ്ലസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഡോളർ ഇൻഫ്ലോ ആണോ? കണക്ട് ചെയ്യും, കറൻസിയുമായി കണക്ട് ചെയ്യും. ട്രേഡ് സർപ്ലസ് എന്ന് പറയുന്നത് ഡോളർ ഇൻഫ്ലോ ആണോ ഡോളർ ഔട്ട്ഫ്ലോ ആണോ? ഡോളർ ഇൻഫ്ലോ. വാട്ട് ഈസ് ട്രേഡ് ഡെഫിസിറ്റ്? എക്സ്പോർട്ട് ഈസ് ലെസ് ദാൻ ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ട് ഈസ് ഹയർ ദാൻ എക്സ്പോർട്ട്. എന്താണ് സംഭവിക്കുക?
ഡോളർ ഇൻഫ്ലോ ആണോ ഡോളർ ഔട്ട്ഫ്ലോ ആണോ? ഇമ്പോർട്ട് കൂടുതലും എക്സ്പോർട്ട് കുറവാണെങ്കിൽ അത്തരം സിറ്റുവേഷൻ ആണ് ഡോളർ ഔട്ട്ഫ്ലോ. ക്ലിയർ ആണല്ലോ? അപ്പൊ നമുക്ക് രണ്ട് തരം അക്കൗണ്ട് ആയിട്ട് കറന്റ് അക്കൗണ്ടിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ട്രേഡ് ഇൻ ഗുഡ്സും ട്രേഡ് ഇൻ സർവീസസും. ഓക്കെ ആണല്ലോ? ഇന്ത്യയുടെ കേസിൽ വാട്ട് വി എക്സ്പീരിയൻസ് ഓവർ ദി പീരിയഡ് ഓഫ് ദാറ്റ് ട്രേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നമുക്ക് ഓവർ ദി പീരിയഡ് നെഗറ്റീവ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. ഈ കൺസെപ്റ്റുകളൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഇന്ത്യയുടെ കേസിൽ ട്രേഡ് അക്കൗണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആണ്. ട്രേഡ് ഇൻ ഇൻവിസിബിൾ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് സോ യു വിൽ ഗെറ്റ് ഐഡിയ. In India's case, over the period is what we observe. In trade account, we experiences deficit. എന്താണ് അതിന്റെ മീനിങ്? In case of goods, we are importing more than exporting. ക്ലിയർ ആണോ? ട്രേഡ് ഡെഫിസിറ്റ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, അല്ലെങ്കിൽ ട്രേഡ് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താ? ഓവർ ദി പീരിയഡ് വാട്ട് വി ഒബ്സർവ് ചെയ്ത് ഇൻ കേസ് ഓഫ് ഗുഡ്സിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ട് ചെയ്യുന്നതാണ്. ഇനി ട്രേഡ് ഇൻ ഇൻവിസിബിൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? സർവീസസിന്റെ കാര്യത്തില് സർവീസസ് ഇമ്പോർട്ടിനേക്കാളും ഹയർ ആണ് സർവീസസ് എക്സ്പോർട്ട്. ഓക്കെ ആണല്ലോ? നൗ വി ആർ കമ്മിങ് ടു ദി ഐഡിയ ഓഫ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. അപ്പൊ കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്താ മക്കളെ? കറന്റ് അക്കൗണ്ട് എന്ന് പറയുമ്പോ ട്രേഡ് ഇൻ ഗുഡ്സ് പ്ലസ് ട്രേഡ് ഇൻ സർവീസ്. ട്രേഡ് ഇൻ ഗുഡ്സ് പ്ലസ് ട്രേഡ് ഇൻ സർവീസ്. ഇത് എപ്പോഴായിരിക്കും ഡെഫിസിറ്റ് വരാ? ഈ എൻറ്റയർ ടൈം എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പേര് വിളിക്കുക? കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. കേട്ടിരുന്നു എവിടെ? എക്സ്ചേഞ്ച് റേറ്റിനെ ബാധിക്കുന്ന ഫാക്ടേഴ്സ് കണ്ടപ്പോൾ നമ്മൾ അവിടെ കണ്ടിരുന്നു CAD. വാട്ട് ഈസ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്? ട്രേഡ് ഇൻ ഗുഡ്സും ട്രേഡ് ഇൻ സർവീസസും ഓവറോൾ എടുക്കുമ്പോൾ നെഗറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന് വിളിക്കുന്ന പേരാണ് കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ്. എന്തായിരിക്കും കറന്റ് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ? കറന്റ് അക്കൗണ്ട് സർപ്ലസ് എല്ലാം സിമ്പിൾ കാര്യങ്ങളാ. അതുകൊണ്ടാണ് നമ്മൾ ബഡ്ജറ്റ് സർപ്ലസും ബഡ്ജറ്റ് ഡെഫിസിറ്റ് ഒക്കെ കണ്ട ആളുകളാ. അത് ഞാൻ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടുന്നു. എന്തായിരിക്കും ഈ കറന്റ് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറഞ്ഞാൽ? ട്രേഡിംഗ് ഗുഡ്സും ട്രേഡ് ഇൻ സർവീസസും ആഡ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ അതിന് എന്തെന്ന് പേര് പറയും? കറന്റ് അക്കൗണ്ട് സർപ്ലസ് എന്ന് പറയും. അഗൈൻ റിപ്പീറ്റ്. കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ആണെങ്കിൽ ഡോളർ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? കറന്റ് അക്കൗണ്ട് ഡെഫിസിറ്റ് ഡോളർ ഇൻഫ്ലോ ആണോ ഔട്ട്ഫ്ലോ ആണോ? നെഗറ്റീവ് ആണെങ്കിൽ എപ്പോഴും മനസ്സിലാക്കുക ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ. പോസിറ്റീവ് ആണെങ്കിലോ ഇൻഫ്ലോ ഓഫ് ഡോളർ. ഔട്ട്ഫ്ലോ ഓഫ് ഡോളർ ആണെങ്കിൽ എന്തായിരിക്കും റിസൾട്ടന്റ്? ഡിപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. പോസിറ്റീവ് അല്ലെങ്കിൽ ഇൻഫ്ലോ ഓഫ് ഡോളർ ആണെങ്കിലോ അപ്രിസിയേഷൻ ഓഫ് ഇന്ത്യൻ റുപ്പി. കണക്ഷൻ വരുന്നത് കണ്ടോ? ഇങ്ങനെ ടൈമുകൾ കണക്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ ആണല്ലോ?